ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ നാളായിട്ടേ നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ പിന്നെ ഇന്ന് എണീറ്റപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. അങ്ങനെ ദാ ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേച്ചു, വേഗം ഒരു ഗ്രീൻ ടീ കുടിച്ചു. കുറച്ച് നേരം വൈകി എണീറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒരു പണിക്കുന്നില്ല, അടുക്കളയിൽ പോയി ഗ്യാസില്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ ഇതാ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി, 2 മുട്ട പുഴുങ്ങിയതും ഒരു ക്യാരറ്റും കുറച്ച് യോഗട്ടും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഞാൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ്സ് കഴിക്കാറ്. ചിക്കനും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ആവാറ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഇടാവേ. അങ്ങനെ ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുത്ത് തലേദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ലൈക്കും കമൻറ്റും അതൊക്കെ ഒരു ഹോബിയാണല്ലോ. അതൊക്കെ നോക്കി. പിന്നെ അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചെണീറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ചെടിയൊക്കെ വാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേറെ മാറ്റി വെച്ചതാ. നല്ല ചൂടല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ അടിച്ചു കഴുകാൻ തുടങ്ങി. ഞാനേ രാവിലെ എണീറ്റിട്ട് വേറെ ഒരു പരിപാടി ചെയ്തില്ലെങ്കിലും ക്ലാസ് അടിച്ചു കഴുകും കേട്ടോ. കാരണം അതെനിക്കൊരു ഒരു പ്രത്യേക ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ക്ലാസ് റൂം വൃത്തിയാക്കൽ. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ സഹേലി ഗ്രൂപ്പിൻ്റെ പ്രാക്ടീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടൽമാണിക്യം പ്രോഗ്രാം ഉണ്ട് മെയിൽ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇവിടെ രാവിലെ 10 മണിക്ക് വെച്ചായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് ഞാനിതൊക്കെ വേഗം ചെയ്ത് ഓടിപ്പോയി കുളിക്കാനായിട്ട്. കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്താ നിത്യയും നിക്കി എത്തിയിട്ടുണ്ടായിരുന്നു. നിക്കി എന്തോ രാവിലെ ബ്രഷ് ഇല്ലാണ്ട് പല്ല് തേച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രഷ് വാങ്ങിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ ഇവിടെ വന്ന് പുള്ളിക്കാരി പല്ലൊക്കെ തേച്ചു. അങ്ങനെ ഞങ്ങൾ നേരത്തോടെ പ്രാക്ടീസ് ഒരു 10:15 ആകുമ്പോഴത്തേക്കും പ്രാക്ടീസൊക്കെ തുടങ്ങി. പ്രാക്ടീസിൻ്റെ ഇടയിലാണ് മാളും ലക്ഷ്മിയൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല ചില്ലടിച്ച് വൈബടിച്ച് പ്രാക്ടീസൊക്കെ തുടങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല പ്രാക്ടീസായിരുന്നു കേട്ടോ. ഞങ്ങളൊരു വർണ്ണത്തിൻ്റെ ചിട്ടസ്വരം വരെ പകുതി വരെ പഠിച്ചു. നന്നായി പ്രാക്ടീസൊക്കെ ചെയ്ത് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞൊരു 1:30 ആയപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തത് അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ വീഡിയോ ഒന്നും എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഷ്ടപ്പെടേണ്ട ഇങ്ങ് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ റീൽ എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ റീൽ എടുക്കാനുള്ള പരിപാടി അതിൻ്റെ പ്രാക്ടീസായി. കുറച്ച് ടേക്ക് 2, 3 ടേക്കൊക്കെ പോയുള്ളൂ. എല്ലാവർക്കും പോകാൻ തിരക്കുണ്ടായിരുന്നു. 4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആര്യ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആര്യ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും എന്താ എൻ്റെ പിള്ളേരൊക്കെ എത്തി. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും ടാറ്റ പറഞ്ഞു പോയി. ഞാൻ എൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഒരുവിധം എല്ലാവരും ക്ലാസ്സിന് എത്തിയായിരുന്നു കേട്ടോ. ഒരു 4, 5 പേരെ മുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് പ്രാക്ടീസൊക്കെ കൊടുത്ത് അടവുകളൊക്കെ പഠിപ്പിച്ച് അപ്പോഴത്തേക്കും വയ്യാതായി. ജിമ്മിന് പോകണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ പോയി. അവിടെ ചെന്നപ്പോൾ ഇന്ന് ലെഗ് ഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.